നമസ്കാരം. കലാഭവൻ നവാസിന്റെ മരണത്തെ തുടർന്ന് 26 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഡെത്ത് ക്ലെയിം ലഭിച്ചെന്ന ആരോപണം നിഷേധിച്ച് കുടുംബം. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ നിന്ന് തുക ലഭിച്ചതായുള്ള പ്രചാരണം വ്യാജമാണെന്ന് സഹോദരൻ നിസാം ബക്കർ ഫേസ്ബുക്കിൽ കുറിച്ചു. പോസ്റ്റ് നിയാസ് ബക്കറും പങ്കുവച്ചിട്ടുണ്ട്. LICയുടെ പേരിൽ പ്രചരിക്കുന്ന പോസ്റ്ററിൽ പറയുന്നത് പോലെ ഒരു ക്ലെയിമും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. LICയുടെ ഔദ്യോഗിക രേഖകളൊന്നുമില്ലാതെ നവാസിന്റെ ഫോട്ടോ ഉപയോഗിച്ചാണ് 7 ലക്ഷം പ്രീമിയം അടച്ച നവാസിന് 26 ലക്ഷം ക്ലെയിമായി നൽകിയതെന്ന് പ്രചരിക്കുന്നത്. ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും നിങ്ങളോടൊപ്പം എന്ന LICയുടെ ടാഗ് ലൈനും പോസ്റ്ററിനൊപ്പം കുറിച്ചിട്ടുണ്ട്. വാട്സാപ്പിലൂടെ പ്രചരിക്കുന്ന പോസ്റ്റർ ചിലർ അയച്ചു തന്നപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ്. ആര് ചെയ്തതാണെന്നെങ്കിലും വലിയൊരു ഉപദ്രവമായി പോയി എന്നും നിയാസ് ബക്കർ പ്രതികരിച്ചു. എന്റെ സഹോദരൻ നവാസിന് 26 ലക്ഷം രൂപ LIC ഇൻഷുറൻസ് ക്ലെയിമായി കിട്ടിയെന്ന പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഞങ്ങൾ ഒന്നിനും വയ്യാത്ത സാഹചര്യത്തിലാണ്. ഇതിനിടയിലാണ് നവാസിന് LIC ഇൻഷുറൻസ് ക്ലെയിമായി 26 ലക്ഷം രൂപ തന്നു എന്ന ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത്. വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കിട്ടിയ ഒരു പോസ്റ്റർ ആൾക്കാർ അയച്ചു തരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അത്തരമൊരു സംഭവം നടന്നിട്ടില്ല എന്നിരിക്കെ ആരാണ് ഇത്തരമൊരു വാർത്ത പ്രചരിപ്പിക്കുന്നതെന്ന് അറിയില്ല. ഇത് LICയുടെ ഔദ്യോഗിക ആളുകളാണോ അയച്ചത് എന്നുപോലും അറിയില്ല. LICയുടെ ഔദ്യോഗികമായ എംബ്ലമോ സീലോ ഒന്നും ഈ പോസ്റ്ററിലില്ല. ഇത് ഫേക്ക് ന്യൂസ് എവിടെ നിന്ന് കിട്ടിയെന്നതിനെ പറ്റിയും ഒരു തെളിവുമില്ല. ഇത് തികച്ചും അസത്യമായ പ്രചാരണമാണ്. അങ്ങനെ ഒരു തുക ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. LICയുടെ പേരിൽ വന്ന ഒരു വ്യാജ വാർത്തയാണിത്. LICയുടെ വാർത്തയാണെന്ന് പറയുവാനുള്ള ഒരു തെളിവും അതിലില്ല. ഇത് ചെയ്തത് ആരായാലും വലിയൊരു ദ്രോഹമാണ് ചെയ്തത്. ഞങ്ങൾക്ക് മാത്രമല്ല, അവരെപ്പറ്റി ഇങ്ങനെ അസത്യ പ്രചാരണം നടത്തിയാലും അത് മോശമാണ്. 10 പൈസയുടെ ഗതിയില്ലാതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രചാരണം നടത്തിയാൽ കിട്ടാനുള്ളത് കൂടി ഇല്ലാതെയാകും. ഞങ്ങളെ സംബന്ധിച്ച് നവാസ് ചെയ്ത വർക്കുകളുടെ പേയ്മെന്റ് ഒക്കെ കിട്ടാനുണ്ട്. ഇത്രയും പണം ഞങ്ങൾക്ക് കിട്ടിയെന്ന് കരുതി അത് തരാൻ അമാന്തിക്കുവാനും സാധ്യതയുണ്ട്. ഈ ചെയ്തത് ഒരു ഉപദ്രവമാണ്. ഇത് ചെയ്തത് LIC ആണോ എന്ന് പോലും അറിയില്ല. ഇവരുടെ ഏജൻസി ഗ്രൂപ്പിലൊക്കെ ഈ പോസ്റ്റ് വന്നിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു ഏജൻസി അവരുടെ കാര്യലാഭത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതായിരിക്കാം. എന്തായാലും ഇത് വളരെ മോശമായ കാര്യമാണ്. മാത്രമല്ല, ഇത് ഫേക്കാണ് എന്ന് ഒന്നുകൂടി പറയുകയാണ്. ഇത് കാണുന്നവർ വിശ്വസിക്കരുത്. ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത് വ്യാജ വാർത്തയാണ്. ഞങ്ങളോട് ചെയ്യുന്ന വലിയ ചതിയാണ് എന്ന് മാത്രമേ തനിക്ക് പറയാനുള്ളൂ. ആരെയും ഇങ്ങനെ ദ്രോഹിക്കരുതെന്നാണ് നിയാസ് ബക്കറിന്റെ വാക്കുകൾ. നവാസിന്റെ മറ്റൊരു സഹോദരനായ നിസാമും വ്യാജ പോസ്റ്റിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നവാസ് കെയുടെ വേർപാടിനു ശേഷം LICയുടെ പേരിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പോസ്റ്റ് തികച്ചും വ്യാജമാണ്. LICയിൽ നിന്നും ഡെത്ത് ക്ലെയിം വഴി 26 ലക്ഷം കുടുംബത്തിന് കൈമാറിയെന്നാണ് വ്യാജ വാർത്ത. ഇതുവഴി മറ്റുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കുവാനാണ് ഈ വ്യാജ ഏജൻസികൾ ശ്രമിക്കുന്നത്. ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് വഴി ഞങ്ങൾ കുടുംബാംഗങ്ങൾ വളരെ ദുഃഖിതരാണ്. ആരും തന്നെ വഞ്ചിതരാകരുത്. ഇതായിരുന്നു നിസാമിന്റെ വാക്കുകൾ. അടുത്തിടെയാണ് നടൻ കലാഭവൻ നവാസ് അന്തരിച്ചത്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് തിരിച്ച് ഹോട്ടൽ മുറിയിലെത്തിയ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ കണ്ടാൽ പോലും ഡോക്ടറെ കാണുകയും ചികിത്സിക്കുകയും വേണമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിച്ച് നിയാസ് പിന്നീട് ഫേസ്ബുക്കിൽ കുറിച്ചു. ഇതിനിടെയാണ് ഈ 26 ലക്ഷം രൂപ കിട്ടിയെന്ന പുതിയ പ്രചാരണം. LIC ഇൻഷുറൻസ് ക്ലെയിമായി നവാസിന് 26 ലക്ഷം രൂപ കിട്ടിയെന്നാണ് പ്രചാരണം. വാട്സാപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന കാർഡ് ചിലർ അയച്ചു തന്നപ്പോഴാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. LICയുടെ എംബ്ലമോ സീലോ കാർഡിൽ കാണുന്നില്ല. ആരാണ് ഈ പ്രചാരണത്തിന് തുടക്കമിട്ടതെന്നും അറിയില്ലെന്നും നിയാസ് ബക്കർ പറയുന്നുണ്ട്. ആര് ചെയ്തതായാലും വലിയൊരു ദ്രോഹമായി എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതിനിടെ തന്നെ നവാസും രഹനയും ഒരുമിച്ചെത്തിയ ഇഴ സിനിമയുടെ ഒരു യൂട്യൂബ് റിലീസ് ദിവസങ്ങൾക്ക് മുൻപാണ് നടന്നത്. ചിത്രത്തിന്റെ സംവിധായകൻ സിറാജ് റസ പങ്കുവച്ച കുറിപ്പൊക്കെ അന്ന് ശ്രദ്ധ നേടിയിരുന്നു. പ്രിയരെ ഒട്ടും സന്തോഷിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരിക്കെ നവാസ് കെ രഹനയും ഒരുമിച്ച് അഭിനയിച്ച ഇഴ സിനിമ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇനി കാണാൻ കഴിയുക എന്നുള്ള ഒരുപാട് പേരുടെ ഫോൺ വിളികളും മെസ്സേജുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇഴ റസ എന്റർടൈൻമെന്റ് യൂട്യൂബിൽ വെള്ളിയാഴ്ച റിലീസ് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ സിനിമയുടെ പ്രൊഡ്യൂസറായ ഏറെ പ്രിയപ്പെട്ട സലീക്കയുടെ ഭയങ്കരമായ ഒരു വലിയ മനസ്സുകൊണ്ടാണ് ഇഴ പൂർത്തിയായതും ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതും. 4 ആൾ ഒഴികെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും പുതുമുഖങ്ങളാണ്. ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്ത ഒരു കൊച്ചു സിനിമയാണ് ഇഴ. ഫിലിം ക്രിറ്റിക്സ് JC ഡാനിയൽ, പൂവച്ചൽ ഖാദർ ഉൾപ്പെടെ 5 അവാർഡുകൾ ഇഴ സിനിമയ്ക്ക് ഇതിനോടകം തന്നെ ലഭിച്ചു. ഇതിൽ നവാസ് കെയ്ക്ക് ഏറ്റവും നല്ല നടനുള്ള പ്രത്യേക ജൂറി പുരസ്കാരവും ഏറ്റവും നല്ല രണ്ടാമത്തെ നടിക്കുള്ള JC ഡാനിയൽ അവാർഡ് രഹനയ്ക്കും ലഭിക്കുകയുണ്ടായി. എല്ലാവരും ഈ സിനിമ കാണണമെന്നായിരുന്നു അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്തു തന്നെയായാലും ചാനലിലെ കമന്റ് ബോക്സിൽ അടയാളപ്പെടുത്താതെ പോകരുത്. കാരണം അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരവും പ്രചോദനം. ഏറെ പ്രതീക്ഷയോടെ സിറാജ് റസ എന്നായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്.